السلام عليكم ورحمة الله تعالى وبركاته. بسم الله الحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين برضا الله أما بعد. ഏറ്റവും സൗഹൃദാദരീനായ ഉസ്താദുമാർ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുതഅല്ലിം സുഹൃത്തുക്കളെ, അള്ളാഹു അവൻ്റെ അടിമകൾക്കായി നൽകിയ മതമാണ് ഇസ്ലാം. മനുഷ്യാരംഭത്തോടെ തുടക്കം കുറിച്ച ഈ മതം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടിയാണ് അത് പൂർത്തിയാകുന്നത്. ആ യഥാർത്ഥ മതമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്വഹാബ കിറാമിനെ പഠിപ്പിച്ചത്. ആ സ്വഹാബത്തിൻ്റെ ഇസ്ലാമാണ് മദ്ഹബുകൾ എന്ന് പറയുന്നത്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിലോ സുന്നത്തിലോ ഖണ്ഡിതമായി പറയാത്ത വിഷയങ്ങളെ ശരീഅത്ത് അനുവദിച്ചിട്ടുള്ള അടിസ്ഥാനങ്ങൾ അവലംബമാക്കി ഗവേഷണ യോഗ്യരായ പണ്ഡിത മഹത്തുക്കൾ അവരുടെ ഗവേഷണദ്വാരാ എത്തിച്ചേർന്ന നിഗമനങ്ങളാണ് മദ്ഹബുകൾ. ലോകത്തുള്ള മുസ്ലിമീങ്ങൾ മുഴുക്കയും വിശുദ്ധ ഇസ്ലാമിൻ്റെ കർമ്മങ്ങൾക്ക് നാലാലൊരു മദ്ഹബ് സ്വീകരിച്ചു വരുന്നവരും എന്ന് മാത്രമല്ല, 4 മദ്ഹബിൽ ഒന്നിൽ സ്വീകരിക്കാതെ മുസ്ലിമായി ഇവിടെ ജീവിക്കാൻ കഴിയില്ല എന്ന് പറയുന്നവരുമാണ്. ഇതേ സമയം ഇമാമിയങ്ങളും മദ്ഹബുകളും മുസ്ലിമീങ്ങളെ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും അകറ്റുന്നുവെന്നും ഞങ്ങൾ ഖുർആനിലേക്കും സുന്നത്തിലേക്കും ജനങ്ങളെ നേരിട്ട് ക്ഷണിക്കുന്നു എന്നും ഇവിടുത്തെ നവീനവാദികൾ വാദിക്കുന്നു എന്ന് മാത്രമല്ല, 4 മദ്ഹബിനെ എതിർത്ത് സ്വന്തമായി മതവിധികൾ കണ്ടെത്താൻ തുടങ്ങിയ നവീനവാദികൾ ഭീമമായ അബദ്ധത്തിൽ ചെന്ന് ചാടുന്നു എന്ന് മാത്രമല്ല, 4 മദ്ഹബിനെ എതിർത്തവർ 4ഉം 40ഉം 100ഉം വിട്ട് 4000 മദ്ഹബുകളാകുന്ന ദയനീയമായ രംഗമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് ഒരു മദ്ഹബിൻ്റെ ആവശ്യകതയെ നാം മനസ്സിലാക്കേണ്ടത്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അൻആമിലൂടെ അല്ലാഹു പറയുന്നു, മാ ഫറത്നാ ഫിൽ കിതാബി മിൻ ഷൈ, ഈ കിതാബിൽ നാം ഒന്നും ഒഴിവാക്കിയിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുമ്പോഴേക്ക് മദ്ഹബിൻ്റെ ആവശ്യമില്ല, എല്ലാം ഖുർആനിലുണ്ട് എന്ന് പറഞ്ഞ് കത്തിയെടുക്കരുത്. കാരണം എല്ലാം വിശുദ്ധ ഖുർആനിലുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ സാധാരണക്കാരായ നമുക്കത് കണ്ടുപിടിക്കാനുള്ള കഴിവില്ല. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, എൻ്റെ ഒട്ടകത്തിൻ്റെ കയർ നഷ്ടപ്പെട്ടാൽ ഞാനത് വിശുദ്ധ ഖുർആൻ നോക്കി കണ്ടെത്തുമെന്ന്. എന്നാൽ ഒരു റക്അത്തിന്റെ പൂർണ്ണരൂപം വിശുദ്ധ ഖുർആൻ നോക്കി ഒന്ന് പറഞ്ഞു തരാൻ പറഞ്ഞാൽ സാധാരണക്കാരായ നമുക്കതിന് സാധിക്കില്ല എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ വരുമ്പോൾ എല്ലാ മതവിധികളും വിശുദ്ധ ഖുർആനിലുണ്ട് എന്നുള്ളത് സാധാരണക്കാരായ നാം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? അത് വിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നു, ഫസ്അലൂ അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ, നിങ്ങൾ അറിവില്ലാത്തവരാണെങ്കിൽ അറിവുള്ളവരോട് ചോദിച്ചു പഠിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞതിൻ്റെ മാനദണ്ഡത്തിലാണ് സുന്നികളായ നാം മുജ്തഹിദുകളായ ഇമാമിങ്ങളെ പിന്തുടരുന്നത്. അൽ ഹലാലു ബയ്യിനുൻ വൽ ഹറാമു ബയ്യിനുൻ വബൈനഹുമാ മുസ്തബിഹാത്തുൻ ലാ യഅലമുഹുന്ന കസീറുൻ മിനൻ നാസ്. അതേ ഹലാൽ വ്യക്തമാണ്, ഹറാമും വ്യക്തമാണ്, എന്നാൽ ഇതിൻ്റെ ഇടയിൽ ചില കാര്യങ്ങളുണ്ട്, ജനങ്ങളിൽ അധിക പേർക്കും അത് അറിയില്ല എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ഹജർ തങ്ങൾ അവിടുത്തെ ഫത്ഹുൽ ബാരിയിൽ പറയുന്നു, വമഫ്ഹൂമു ഖൗലിഹി കസീറുൻ അന്ന മഅരിഫത ഹുക്മിഹാ മുംകിനുൻ ലാകിൻ ലിൽ ഖലീലി മിനൻ നാസി വഹും മുജ്തഹിദൂൻ. ഈ ഹദീസിൽ അധിക പേർക്കും അറിയില്ല എന്ന് പറഞ്ഞതിൽ നിന്ന് കുറച്ചു പേർക്ക് അറിയാമെന്ന് വ്യക്തമായി. അവർ മുജ്തഹിദുകളാണ് എന്ന് ഇമാം ഇബ്നു ഹജർ തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ വിധിവിലക്കുകളും ഖുർആനിലുണ്ട് എന്ന് വ്യക്തമായിരിക്കെ സാധാരണക്കാരായ നമുക്ക് അത് കണ്ടുപിടിക്കാനുള്ള കഴിവില്ല എന്നുമിരിക്കെ നാം മുജ്തഹിദുകളായ ഇമാമിങ്ങളെ പിന്തുടരൽ മാത്രമാണ് നമുക്കുള്ള വഴി എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല, ആധുനിക കാലഘട്ടത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന പുതിയ പുതിയ പ്രശ്നങ്ങളെക്കുറിച്ച് മദ്ഹബ് സ്വീകരിക്കാത്ത പുത്തനാശയക്കാരോട് അതിൻ്റെ വിധിവിലക്കുകൾ ചോദിക്കുമ്പോൾ അവർക്ക് ഇസ്ലാം അപൂർണമാണെന്ന് പറയേണ്ടി വരും, ഇസ്ലാം അതിനെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞിട്ടില്ല എന്ന് പറയേണ്ടി വരും. എന്നാൽ
എന്നാൽ ഇമാമിയങ്ങൾ സുന്നികളായ നമുക്ക് മുജ്തഹിദുകളായ ഇമാമിയങ്ങളെ പിന്തുടരുന്ന മദ്ഹബുകൾ അംഗീകരിക്കുന്ന നമുക്ക് വിശുദ്ധ ഖുർആനും സുന്നത്തും നോക്കി ലോകത്ത് നടന്നതും നടക്കാനിരിക്കുന്നതുമായ സകലമാന പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം കണ്ടെത്തിയ ഇമാമിയങ്ങൾ രേഖപ്പെടുത്തി വെച്ചതുകൊണ്ട് നമുക്ക് ഇസ്ലാമിനെ തള്ളേണ്ട ഗതി വരുന്നില്ല. നമുക്ക് ഇസ്ലാം അത് പറഞ്ഞിട്ടില്ല എന്ന അവസ്ഥ വരുന്നില്ല. എല്ലാം അവർ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് മദ്ഹബ് അനിവാര്യമായി വരുന്ന മറ്റൊരു ഘട്ടമാണ് തെളിവുകളിൽ വൈരുദ്ധ്യം കാണുന്ന സന്ദർഭം. ആ വൈരുദ്ധ്യം കാണുന്ന രണ്ട് തെളിവുകൾ രണ്ടാലൊന്ന് യഥേഷ്ടം എടുക്കാനുള്ള യോഗ്യത നമുക്കില്ല. അവിടെ ഇജ്തിഹാദ് നടത്തേണ്ടതുണ്ട്. ആ ഇജ്തിഹാദ് നടത്തേണ്ടത് മുജ്തഹിദുകളാണ്. എന്നാൽ ആ മുജ്തഹിദുകൾക്ക് പല യോഗ്യതകളും നേടേണ്ടതുണ്ട്. എന്താണ്? എല്ലാവർക്കും മുജ്തഹിദുകളായി നടക്കാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 10 ലക്ഷത്തോളം വരുന്ന ഹദീസ് സനദടക്കം നിവേദകരുടെ ചരിത്രം ഉൾപ്പെടെ മനപ്പാടമുണ്ടായിരിക്കണമെന്ന് മുജ്തഹിദിനുണ്ടായിരിക്കേണ്ട ഒരു നിബന്ധനയാണ്. എന്നാൽ ഇന്നത്തെ കാലത്ത് ഏത് മനുഷ്യനാണ് ഈ ഒരു കഴിവുള്ളത്? മാത്രമല്ല, ഒരു മനുഷ്യ ആയുഷ്കാലം മുഴുവൻ വിനിയോഗിച്ചാലും ഈ കഴിവ് നേടിയെടുക്കാൻ സാധ്യമല്ല. മാത്രമല്ല, ഈ ഒരു വാദം വെച്ചുകൊണ്ട് സ്വയം മുജ്തഹിദുകളായി നടക്കുന്ന പുത്തനാശയക്കാർ അവർ സ്വയം ഇന്നത്തെ ലഭിക്കുന്ന 1,00,000 പരം ഹദീസ് മാത്രമാണ് ക്രോഡീകരമായി ഇന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഹദീസ് വെച്ചുകൊണ്ട് അവർ ഇജ്തിഹാദ് നടത്തുമ്പോൾ 90 ലക്ഷം ഹദീസിന്റെ അഭാവത്തിലാണ് അവർ ഇജ്തിഹാദ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ആ ഇജ്തിഹാദ് ഒരിക്കലും പൂർണ്ണമാവുകയില്ല. അവിടെയും നമുക്ക് മഹാന്മാരായ മുജ്തഹിദുകളായ ഇമാമിയങ്ങളെ പിന്തുടരുകയും അവരുടെ മദ്ഹബ് അംഗീകരിക്കലുമല്ലാതെ മറ്റൊരു വഴി നമുക്ക് മുമ്പിലില്ല. മാത്രമല്ല, ഒരേ വിഷയത്തിൽ തന്നെ വ്യത്യസ്തമായ 2 ഹദീസുകളിൽ കാണാൻ സാധിക്കും. ആ ഹദീസുകൾ ജമ്മ് ചെയ്യൽ മദ്ഹബിന്റെ ഇമാമിയങ്ങളാണ് ജമ്മ് ചെയ്യേണ്ടത്. ആ വൈരുദ്ധ്യമായ ഹദീസുകൾ കാണുന്ന സമയത്ത് അവിടെ വരുന്ന ആശയക്കുഴപ്പങ്ങളെയും അവിടെ വരുന്ന തെറ്റിദ്ധാരണകളെയും ഇല്ലാതാക്കാൻ മുസ്ലിമീങ്ങൾ മദ്ഹബ് സ്വീകരിച്ചേ മതിയാകൂ എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, വഇദാ ജാഅഹും അംറുൻ മിനൽ അംനി അവൽ ഖൗഫി അദാഉ ബിഹി വലൗ റദ്ദൂഹു ഇലർ റസൂലി വഇലാ ഉലിൽ അംരി മിൻഹും ലഅലിമഹു അല്ലദീന യസ്തംബിതൂനഹു മിൻഹും. അതേ ഭയമോ നിർഭയമോ വന്നൊരു കാര്യം ആഗതമായാൽ അവരത് കെട്ടിഘോഷിക്കുന്നു. അവരത് റസൂലിലേക്കും ഉലുൽ അംറിലേക്കും അതിനെ അവർ വിട്ടുകൊടുത്തിരുന്നെങ്കിൽ ഗവേഷണ പാഠമുള്ളവർ അവർ അതിനെ സംബന്ധിച്ച് അറിയുമായിരുന്നു എന്ന് ഇജ്തിഹാദിന്റെ അനിവാര്യതയിലേക്ക് വിശുദ്ധ ഖുർആൻ വെളിച്ചം കാണിക്കുന്നുണ്ട്. എന്നാൽ മാത്രമല്ല, മദ്ഹബിന്റെ ശേഷം വന്ന മുഴുവൻ പർവ്വത സമാനരായ ഇമാമിയങ്ങളും മദ്ഹബ് സ്വീകരിച്ചവരായിരുന്നു എന്ന് നാം മനസ്സിലാക്കണം. ഇമാം ബുഖാരിയും ഇമാം നവവിയും ഇമാം ഗസാലിയും ഇബ്നു ഹജർ തങ്ങളടക്കമുള്ള മുഴുവൻ പണ്ഡിതമഹത്തുക്കളും മദ്ഹബ് അംഗീകരിച്ചവരായിരുന്നു. മാത്രമല്ല, പുത്തനാശയക്കാരുടെ നേതാവായി അവർ കണക്കാക്കുന്ന സാക്ഷാൽ ഇബ്നു തൈമിയ വരെ 4 മദ്ഹബ് സ്വീകരിച്ചു എന്ന് മാത്രമല്ല, 4 മദ്ഹബ് സ്വീകരിക്കാത്തവൻ നമ്മുടെ കൂട്ടത്തിൽ പെട്ടവനല്ല എന്ന് വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള ആളാണ്. എന്നാൽ ഇതൊന്നും മനസ്സിലാക്കാതെ അറിവില്ലായ്മയുടെയും അഹങ്കാരത്തിന്റെയും കിരീടം വെച്ച പുത്തനാശയക്കാർ സ്വന്തമായി മതവിധികൾ കണ്ടെത്താൻ തുടങ്ങിയപ്പോഴാണ് അള്ളാഹുവിന് കൈകാലുകളുണ്ടെന്നും അള്ളാഹു സിംഹാസനത്തിൽ ഉപാവിഷ്ടനാണെന്നും പല പുരുഷന്മാർ പങ്കെടുക്കുന്ന ജമാഅത്തുകളിലേക്ക് സ്ത്രീകൾക്ക് പങ്കെടുക്കാമെന്നും ഖുതുബാൻ അറബിയിൽ ഓതാമെന്നുമുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയത്തിനെതിരായ വാദങ്ങൾ ഇവിടെ വരാൻ തുടങ്ങിയത്. ഇത്തരം ആളുകളെ കുറിച്ചാണ് ഇമാം സ്വാവി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, വൽ ഖാരിജു അനിൽ മദാഇബിൽ അർബഅതി ളാലും മുളിലും. 4 മദ്ഹബിനെ തൊട്ട് പുറത്തു പോയവൻ പിയച്ചവനും പിയപ്പിക്കുന്നവരുമാണ് എന്ന് മഹാനായ സ്വാവി ഇമാം വ്യക്തമായി നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചുരുക്കത്തിൽ സ്വഹാബത്തിന്റെ കാലത്ത് അവർ എങ്ങനെയാണോ ജീവിച്ചത് അതാണ് യഥാർത്ഥ ഇസ്ലാം. അവർ അന്നത്തെ ജഡ്ജിമാർ എന്ത് വിധിച്ചുവോ അതാണ് യഥാർത്ഥ വിധി. അന്നത്തെ മഹാന്മാരായ സ്വഹാബ കിറാം
ഖുർആനിനും സുന്നത്തിനും എന്ത് വ്യാഖ്യാനം നൽകിയോ ആ വ്യാഖ്യാനങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും ഗവേഷണം നടത്തി കണ്ടെത്തിയ ഇമാമിങ്ങൾ കണ്ടെത്തി ക്രോഡീകരിച്ചതാണ് മദ്ഹബുകൾ എന്ന് പറയുന്നത്. 4 മദ്ഹബുകൾ 4 ഇമാമുകളിലേക്ക് ചേർക്കുന്നുണ്ടെങ്കിലും അതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിന്റെയും ചര്യയാണ് എന്ന് ഇന്നത്തെ മദ്ഹബ് നിഷേധികൾ മനസ്സിലാക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.